ഹായ് ഗൈസ്, പ്രഥമൻ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? നമുക്കിന്നൊരു പ്രഥമൻ റെസിപ്പി ട്രൈ ചെയ്താലോ? എല്ലാവരും കൂടണേ. ഞാനിന്ന് അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3/4 കിലോ ഉണ്ട എടുത്ത് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇത് പാനിയായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 4 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്കിനി കുറച്ച് ചവ്വരി ചേർത്ത് കൊടുക്കണം. ചവ്വരി നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരും. അത് കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം. നല്ലതായിട്ട് എല്ലാം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരി മാറ്റാൻ പോവുകയാണ്. കണ്ടോ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 150 ഗ്രാം കാണും. അത് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സാധാരണ അട നമ്മൾ വേവിച്ച് ഊറ്റി കഴുകിയൊക്കെയാണ് അടപ്രഥമൻ എടുക്കാറ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ അടുത്ത അടുപ്പിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് ഏകദേശം 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടുന്നതായിരിക്കും. ഇതാ മൂത്ത അടയ്ക്കകത്തോട്ട് ഞാൻ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് പശുവിൻ പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നെയ്യിൽ മൂപ്പിച്ച കാരണം അടിക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ലതായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും നമുക്ക് വെന്ത് കഴിയുമ്പോൾ. ഇനി നമുക്കിതിലോട്ട് പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ലിറ്റർ പശുവിൻ പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കണം. 15-20 മിനിറ്റൊക്കെ എടുക്കും നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താൽ മതിയാവും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന ചവ്വരി ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ നിന്ന് നമുക്ക് ചവ്വരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടയുടെ കൂടെ കിടന്ന് അതൊന്നും കൂടെ നമുക്ക് വെന്ത് എല്ലാം കൂടെ നല്ല ടേസ്റ്റായിട്ട് മിക്സായിട്ട് വരണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചവ്വരി. ഇതാണ്ട് ഞാൻ ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ അടയും ചവ്വരിയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് പരുവാകുന്ന സമയത്ത് വേണം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് അട വെന്ത് നല്ല കുറുകി പരുവമായിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ മൂപ്പിച്ച് ചേർക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനായിട്ട് ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഫ്രിഡ്ജിലിരിക്കുന്ന നെയ്യ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ഇതിലേക്കിനി അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് പകുതി മൂക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നും ഒരുപോലെ വെച്ചാൽ ശരിയാകില്ലല്ലോ.